ഏതെങ്കിലും സ്കിസോഫ്രീനിക്കായ ഒരാൾ, ഈ മാനസികമായി ബുദ്ധിമുട്ടുള്ള ഷിസോഫ്രീനിയുള്ള ഒരാൾക്ക് 100 കോടി ഫോളോവേഴ്സ് ഉണ്ടായ ചരിത്രം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ട്? ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വഴക്ക ചെയ്യാനാ? ജന്നത്തുൽ ഫിർദൗസ് അവിടെ പിന്നെ പറുദീസയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞാ പോയവരൊന്നും പറഞ്ഞിട്ടില്ല. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ. നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയുമില്ല. ഈടെന്ന് ഊഹം വെച്ചടിച്ചു വിടുന്ന. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക എന്ന് ലോകത്തൊരാൾക്കും അറിയില്ല. അതന്നെയാണ് ആ വിഷയത്തിന്റെ പ്രശ്നം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയാത്തത് കൊണ്ടാണ് ആ വിഷയം അറിയിക്കാൻ പടച്ചവൻ പ്രവാചകന്മാരെ അയച്ചത്. ഇത് വിശ്വാസികളുടെ ബേസിക് ആയിട്ടുള്ള വിശ്വാസമാണ്. ഈ വിഷയം പഠിപ്പിക്കാൻ ഒരു പണ്ഡിതൻ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കഥയുണ്ട്, ഒരു എക്സാമ്പിൾ ഉണ്ട്. എക്സാമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരു കുളം, ആ കുളത്തിലൊരു മത്സ്യം, ആ മത്സ്യത്തിന് നേരെ ഒരു ഇര വന്ന് കിടക്കുന്നു. അപ്പോൾ ഇര പിടിക്കാൻ ആ മത്സ്യം ഇങ്ങനെ ആർത്തിയോട് കൂടിയിട്ട് ഊട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഒരു തവള അതിൻ്റെ അടുത്ത് വന്നിട്ട് ഓടി വന്ന് പറയുകയാണ്, മീനെ നീ ആ ഇര കടിക്കരുത്, ഇര കടിച്ചാൽ ഇരക്കപ്പുറത്തൊരു കൊളുത്തുണ്ട്, ആ കൊളുത്തിനെ പിടിച്ച് ഒരു ചൂണ്ടയുണ്ട്, ആ ചൂണ്ട പിടിച്ചൊരു മനുഷ്യൻ എന്ന് പറഞ്ഞൊരു ഭീകര ജീവിയുണ്ട്, അവൻ നിന്നെ കൊണ്ടുപോകും, നിന്നെ ചീനച്ചട്ടിയിലിട്ട് വറുത്ത് തിന്നും എന്ന് പറയുന്നു. അപ്പോൾ ആ മത്സ്യം ഇയാളെപ്പോലെ ഒരു യുക്തിവാദിയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചീനച്ചട്ടിയിൽ പോയി തിരിച്ചു വന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ ഞാൻ വിശ്വസിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വൈകാരികമായിട്ട് അല്ലെങ്കിൽ ബുദ്ധിയില്ലാതെ ഒറ്റയടിക്കുള്ള പ്രതികരണത്തിനപ്പുറത്ത് ആ മത്സ്യം എന്താ പറയേണ്ടത്, ചിന്തിക്കേണ്ടത് ശരിക്കും ഇത് പറയാൻ ഇവന് യോഗ്യതയുണ്ടോ, ഇത് പറയാൻ ഈ മത്സ്യത്തിന് യോഗ്യതയുണ്ടോ, മത്സ്യം സത്യം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു ബുദ്ധി മീനുണ്ടാവില്ല. മീനിൻ്റെ ഉദാഹരണത്തിൽ അത് ആപ്റ്റായിരിക്കില്ല. പക്ഷേ മനുഷ്യൻ്റെ ഉദാഹരണത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കിത് പ്രവാചകന്മാരാ പഠിപ്പിച്ചെന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കിത് പഠിപ്പിച്ചെന്ന്. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് ഏകനാണ്, അവനെ മാത്രമേ ആരാധിക്കാവൂ, മരണാനന്തരം ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചത് വഴി അദ്ദേഹത്തിന് എന്താ കിട്ടിയത്? അതിക്രൂരമായ മർദ്ദനം, പീഡനം, മർദ്ദനം, ലാസ്റ്റ് മർദ്ദിച്ച് അവിടുന്ന് ഓടിച്ചു മദീനയിലേക്ക്. നമുക്കറിയാം, കഥകളൊക്കെ മദ്രസയിൽ പഠിച്ചാണ്. പക്ഷെ അത് നിർത്തിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ഓഫർ എന്നറിയോ? ഖുറൈശികളുടെ കൂട്ടത്തിലെ, ഞങ്ങളുടെ കൂട്ടത്തിലെ ഭരണാധികാരിയാക്കാം നിന്നെ, ഏറ്റവും വലിയ സൗകര്യങ്ങൾ നിനക്ക് ചെയ്തു തരാം, അതേപോലെ തന്നെ ഏറ്റവും സുന്ദരിമാരായ സ്ത്രീകളെ നിനക്ക് തരാം. പക്ഷെ ഇവിടുത്തെ സിസ്റ്റം നീ തകർക്കരുത്. ഞങ്ങൾ ആരാധിച്ചു പോരുന്നൊരു സംവിധാനമുണ്ട്, ഞങ്ങൾ വിശ്വസിച്ച് പോരുന്നൊരു സംവിധാനമുണ്ട്, ഞങ്ങൾ മദ്യപിക്കും, ഞങ്ങൾ ബലാത്സംഗം ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ഇവിടെ വന്നിട്ട് ഇത് പറയരുത്, ഇത് പറച്ചിൽ നിർത്തിയാൽ ഞങ്ങൾക്ക് ഇതൊക്കെ തരാം, നിനക്ക് ഇന്ന സംഗതികളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നിർത്തിയില്ല. മാത്രമല്ല പീഡനങ്ങൾ ഏറ്റുവാങ്ങി. ഇതിനെന്ത് ലോജിക്കാണ് യുക്തിവാദികൾക്ക് പറയാൻ കഴിയുക? ഈ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ചരിത്രം കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടില്ല എന്ന് ഏതായാലും ഒരു യുക്തിവാദിയും പറയില്ല. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട സംഗതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി ജീവിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നു എന്നതും വ്യക്തമായി രേഖപ്പെടുത്താം പെട്ടതാണ്. ഇവർ പറയുന്നതാണ് സ്കിസോഫ്രീനിയാണ്, ഹാലുസിനേഷനാണ്. 100 കോടി ഫോളോവേഴ്സാണ് ഇന്നത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാം മതത്തിനുള്ളത്. ഏതെങ്കിലും സ്കിസോഫ്രീനിക്കായ ഒരാൾ, ഈ മാനസികമായി ബുദ്ധിമുട്ടുള്ള ഷിസോഫ്രീനിയുള്ള ഒരാൾക്ക് 100 കോടി ഫോളോവേഴ്സ് ഉണ്ടായ ചരിത്രം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അറിവുമായിട്ട്, ഭൗതികമായൊരു അറിവുമായിട്ട് തട്ടിച്ചു നോക്കുക. ഇപ്പോൾ ഭൂമിയുടെ റൊട്ടേഷനും റവല്യൂഷനും വഴിയാണ് ദിവസങ്ങളും വർഷവും ഉണ്ടാവുന്നത്. നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കിയത്? നമ്മൾ പോയി കണ്ടിട്ടുണ്ടോ? നമ്മളെ പഠിപ്പിച്ച മാഷ് പോയി കണ്ടിട്ടുണ്ടോ? മാഷിൻ്റെ മാഷ് കണ്ടിട്ടുണ്ടോ? ആ മാഷിൻ്റെ മാഷ് കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല. ഭൂമിയുടെ റൊട്ടേഷൻ ഉണ്ട്, റവല്യൂഷൻ ഉണ്ട്, ഇതൊക്കെ ടെസ്റ്റിമോണിയൽ എവിഡൻസ് എന്നതിന് പറയാം. അതേപോലെ തന്നെ നമ്മുടെ വല്ലിപ്പ എന്നൊരാൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ വല്ലിപ്പാൻ്റെ വല്ലിപ്പ ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരാളുണ്ട്. നമുക്ക് എവിടെ നിന്നുള്ള കിട്ടിയ അറിവാണ്? നമ്മുടെ വല്ലിപ്പയിൽ നിന്നുള്ള കിട്ടിയ അറിവാണ്. അതേസമയം ഇതൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഭൂമിയുടെ റൊട്ടേഷനോ റവല്യൂഷൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആറ്റം നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഡൈജഷൻ അകത്ത് നടക്കുന്നുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ എണ്ണമറ്റ കാര്യങ്ങൾ ടെസ്റ്റിമോണിയൽ എവിഡൻസ് വഴിയാണ്. ഇതൊക്കെ പണ്ടാരോ കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ആറ്റം, ഇലക്ട്രോണുകളുണ്ട്, പ്രോട്ടോണുകളുണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അല്ലേ?
ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? കണ്ടിട്ടില്ല. അതേപോലെ ഭൂമിയുടെ റൊട്ടേഷനും റവല്യൂഷനും നമ്മൾ കണ്ടിട്ടില്ല. ഭൂമിയുടെ പുറത്ത് പോയിട്ട് ഭൂമി കറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സൂര്യൻ സ്വയം ചലിക്കുന്നുണ്ട്, അതോടൊപ്പം അതിൻ്റെ ഗാലക്സിയിൽ വേറെ 4 തരം ചലനങ്ങൾക്കെങ്കിലും സൂര്യൻ വിധേയമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ടോ? സൂര്യൻ്റെ ചലനം കണ്ടിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ഇത്രയും സിമ്പിളാണ് ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഴി സ്വഹാബത്തിന് കൈമാറി, സ്വഹാബികൾ വഴി താബികൾക്ക് കൈമാറി, താബികൾക്ക് കൈമാറി, ലോകം മൊത്തം പടർന്നു പിടിച്ചു. ഇത് ലോകത്തിലെ എല്ലാ പ്രവാചകന്മാരുടെയും തന്നെ അവസ്ഥ. പ്രവാചകന്മാർ വഴിയാണ് അള്ളാഹു ദൈവമുണ്ടെന്നും മരണാനന്തരം ജീവിതമുണ്ടെന്നും രക്ഷയുണ്ടെന്നും ശിക്ഷയുണ്ടെന്നും ആളുകൾ പഠിച്ചത്. ഇത് ഏതോ ഒരു പൊട്ടക്കഥ, ബാലഭൂമി കഥ, ബാലരമ കഥ, മംഗളം കഥ എന്നൊക്കെ വരുമാർ പറയാം. കൃത്യമായ എവിഡൻസ് ഉള്ള കഥകളാണ്. അതിന് കൃത്യമായ എന്താ പറയുക, ടെസ്റ്റിമോണിയൽ എവിഡൻസ് ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. മാത്രമല്ല, ഈ പരിശുദ്ധ ഖുർആൻ എന്ന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും വലിയ മോജിസത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ മോജിസത്ത്, ഈ അത്ഭുതങ്ങളിലെ വലിയ അത്ഭുതം, ഇത് പരിപൂർണമായും അള്ളാഹുവിൽ നിന്നാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് മുസ്ലിങ്ങൾ അതിനെ കാണുന്നത്. ആ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾക്ക് മരണാനന്തര ജീവിതമുണ്ടെന്നുള്ള ഏറ്റവും വലിയ തെളിവ്. ആ പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്നല്ല എന്ന് തെളിയിക്കാൻ അതിലൊരു അബദ്ധം കണ്ടെത്തിയാൽ മതി. ചെറിയൊരു അബദ്ധം, ശാസ്ത്രാബദ്ധം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അബദ്ധം അതിൽ നിന്ന് കണ്ടെത്തിയാൽ, 1500 വർഷം മുമ്പുള്ള ഗ്രന്ഥമല്ലേ, എന്തെങ്കിലും അബദ്ധം ഉണ്ടാവില്ലേ? പക്ഷെ ഒരു അബദ്ധം ഒരാൾക്കും കണ്ടെത്താൻ കഴിയാത്തിടത്തോളം അത് ദിവ്യമായൊരു സ്രോതസ്സാണ്. മനുഷ്യൻ്റെ കരകടത്ത്, മനുഷ്യൻ്റെ കൈവിരുത് അതിനകത്തില്ല, മനുഷ്യൻ്റെ രചനയല്ല. 100% അത് ദൈവികമാണ്, നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അത് പറയുന്നത് വിശ്വസിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വേറെ വഴിയില്ല, വേറെ ഓപ്ഷനില്ല നമ്മളെ മുന്നിൽ. അപ്പോൾ മരണാനന്തര ജീവിതം തെളിയിക്കാൻ വേറെയും ആർഗ്യുമെൻറ്റ്സ് നമ്മളെ മുന്നിലുണ്ട്. ഇത് ഈ ഒരു കഥ വെച്ച് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും തോന്നി. അതിനാണ് ശ്രമിച്ചത്. അസ്സലാമു അലൈക്കും.